UDF മുന്നേറ്റത്തിൽ അത് വലിയൊരു രാസത്വരകമായി തന്നെ പ്രവർത്തിക്കും. പഞ്ചായത്ത് അടക്കം പഞ്ചായത്തിലെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവരുടെയൊക്കെ ഒരു നിർബന്ധ പ്രകാരവും അവർ തന്നെയാണ് നമ്മളൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് തന്നെ എത്തിച്ചിട്ടുള്ളത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പരിയാപുരം ഡിവിഷനിൽ നേരത്തെ CPM-ലുണ്ടായിരുന്ന അവരുടെ ചില നയങ്ങളിൽ പ്രതിഷേധിച്ച് CPM-നോട് വിട പറഞ്ഞ് UDF-നൊപ്പം ചേർന്ന്, അതായത് കേരള കോൺഗ്രസിൽ അംഗത്വമെടുത്ത് PJ ജോസഫിന്റെ വീട്ടിൽ പോയി നേരിട്ട് അംഗത്വമെടുത്ത് ചേർന്ന അനിൽ പുലിപ്ര അദ്ദേഹത്തിന് മത്സരിക്കുന്നതിന് പരിയാപുരം ഡിവിഷൻ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുമെന്ന് നമുക്ക് നേരത്തെ ഒരു അറിയിപ്പ് കിട്ടിയിരുന്നു. പക്ഷെ അത് കുറച്ച് നീണ്ടുപോയി. UDF എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തില് പെരിന്തൽമണ്ണ, മങ്കട എല്ലായിടത്തും ഐക്യത്തോടു കൂടിയാണ് തദ്ദേശ പോരാട്ടത്തെ നേരിടുന്നത്. അപ്പോൾ അനിൽ പുലിപ്ര പരിയാപുരം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്. പ്രഖ്യാപനം നടന്നിരിക്കുകയാണ്. അത് UDF-ന്റെ വിജയത്തിന് ഏറെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ UDF-ന്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും നമ്മോട് പറഞ്ഞിരുന്നു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നമ്മോടൊപ്പമുണ്ട്. അതുകൂടാതെ അനിൽ പുലിപ്രയുണ്ട്. പിന്നെ സുനിൽ ബാബു വാക്കാട്ടിൽ, അദ്ദേഹം നേരത്തെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ അനിൽ പുലിപ്രയെ ഈ പരിയാപുരം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതൊരു വലിയ സന്തോഷമാണ്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് മാത്രമല്ല, UDF-ന്റെ ഐക്യത്തിനും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒന്ന് ആ സന്തോഷം പങ്കുവയ്ക്കാമോ? ഞാൻ ആദ്യമായിട്ട് ഈ UDF-ന് ഈ സീറ്റ് കേരള കോൺഗ്രസിന് അനുവദിച്ചതിൽ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്കും, മങ്കട നിയോജകമണ്ഡലം കമ്മിറ്റിക്കും, അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്കും കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിവാദ്യങ്ങളും അതുപോലെ തന്നെ അവരോട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന്, ഏതൊരു പാർട്ടിക്കും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ സീറ്റ് മത്സരിക്കാൻ കിട്ടുമ്പോൾ സ്വാഭാവികമായും നല്ല സന്തോഷമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചും UDF, വിശേഷ മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ ഒപ്പം കോൺഗ്രസും ഞങ്ങളോട് കാണിച്ച ഈ പരിഗണന, കരുതൽ, അത് 100 ഇരട്ടിയായി UDF-ന്റെ മലപ്പുറം ജില്ലയിലെ വിശേഷ ഈ പെരിന്തൽമണ്ണ താലൂക്കിനെ തന്നെ എല്ലാ ഈ UDF മുന്നേറ്റത്തിൽ അത് വലിയൊരു രാസത്വരകമായി തന്നെ പ്രവർത്തിക്കും. ഒറ്റക്കെട്ടായി ബഹുമാനപ്പെട്ട സതീശൻ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് സൂചിപ്പിച്ചതുപോലെ, ബഹുമാനപ്പെട്ട PJ ജോസഫ് സാർ സൂചിപ്പിച്ചതുപോലെ ടീം UDF എന്ന ഒരൊറ്റ കൺസേണിലാണ് ഒറ്റക്കെട്ടായി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും. അതിന് മലപ്പുറം ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും വലിയൊരു മുന്നേറ്റം UDF-ന് ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ അങ്ങാടിപ്പുറം പഞ്ചായത്ത് UDF-ന് ഈ തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ്, തുടർഭരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് UDF-ന്റെ നേതാക്കളും താങ്കളും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. LDF വലിയ പോരാട്ടത്തിനൊക്കെ ഇറങ്ങുന്നു, ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്ന് അവർ പറയുന്നു. പക്ഷേ ഈ അനിൽ പുലിപ്രയുടെ ഈ സ്ഥാനാർത്ഥിത്വം ഒരുപക്ഷെ നേരത്തെ അദ്ദേഹം സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നില്ല എന്ന രീതിയിലൊക്കെ LDF-ന്റെ ഭാഗത്ത് പ്രചാരണവും അവരിൽ ചിലർ അത് ആഘോഷമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ് നേതൃത്വം അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം എല്ലാം ഒറ്റക്കെട്ടായി കേരള കോൺഗ്രസിന് ആ സീറ്റ് നൽകണമെന്ന് തീരുമാനിക്കുന്നു. അനിൽ പുലിപ്ര ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എതിർ പ്രചാരണം നടത്തിയ ആളുകൾക്കുള്ള ഒരു നല്ലൊരു സന്ദേശം, UDF-ന്റെ കെട്ടുറപ്പിനെ നേരിട്ട് കാണിക്കുന്ന ഒരു സന്ദേശമല്ലേ ഇത്? തീർച്ചയായിട്ടും. കാരണം UDF എല്ലാ കാലത്തും ആ രീതിയിലുള്ളൊരു സമീപനമാണ്. UDF എല്ലാ കക്ഷികളും ഒരു ജനാധിപത്യ വിശാല മതേതര കാഴ്ചപ്പാടോടുകൂടി അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്കും വിമർശനങ്ങൾക്കും മുൻതൂക്കം കൊടുത്തു പോകുന്ന ഒരു മുന്നണിയും പാർട്ടികളുമാണ്. അത് ഇടതുപക്ഷ മുന്നണി പോലെ ഒരു കേഡർ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു കമാൻഡിങ്ങിന്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ല UDF. UDF-ൽ വിശാലമായ ചർച്ചകൾ നടക്കും. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നാലാവഴികളിൽ നിന്ന് വരും. പക്ഷേ തീരുമാനമായി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ടീം UDF. അതിൽ പിന്നെ കൊടികളോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ പേരോ മറ്റൊന്നും അതിന് ബാധകമല്ല. അത് UDF-ന്റെ സ്ഥാനാർത്ഥി ആരാണോ ആ സ്ഥാനാർത്ഥി വിജയിക്കുവാൻ വേണ്ടി ഒറ്റക്കെട്ടായി പരിശ്രമം ചെയ്യും എന്ന് തന്നെയല്ല. അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ച് താങ്കൾ സൂചിപ്പിച്ചത് കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഈ പഞ്ചായത്തിന്റെ ഭരണ നേട്ടങ്ങൾ, ഈ മറുചേരിക്ക് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് ഒരു പഴുത് പോലും ഇല്ലാത്ത, ഒരു പ്രക്ഷോഭം നടത്താൻ പോലും ഇല്ലാത്ത, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മികവാർന്ന ഒരു ഭരണം, ആ ഭരണത്തിന് തുടർ ഭരണം ഉണ്ടാകും എന്നുള്ളതിൻ്റെ
ഏറ്റവും വലിയ ഉദാഹരണമാണ് അനിൽ പുൽപ്പറയെ പോലെയുള്ള പ്രതിപക്ഷത്ത് നിന്ന് ഒരാളുകൾ UDF-ൽ വരികയും ഈ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അത് തുടർ ഭരണമായി ഈ പഞ്ചായത്തിന്റെ മുഖച്ഛായ മാറ്റാനുള്ള ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ കടക്കും. അത് 100% വിജയത്തിലായിരിക്കും, ഒരു സംശയവും വേണ്ട. ത്രിതല പഞ്ചായത്തില് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇതൊക്കെ ഈ മേഖല UDF-ന് അനുകൂലമാക്കിയെടുക്കാൻ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒത്തുചേരൽ, ഒരുമ, നിങ്ങളുടെ ഈ ഐക്യം ഇതുകൊണ്ട് സാധ്യമാകുമെന്ന് 100% ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും അതിന് അടിസ്ഥാനമില്ലല്ലോ മറുപ്രതീക്ഷയ്ക്ക്. ഇത് കാലത്തും മലപ്പുറം ജില്ല UDF-ന്റെ കോട്ടയാണ്. ആ കോട്ട പൊളിക്കാൻ പല കാലഘട്ടങ്ങളിലും പല മുന്നണികളും ഉണ്ടാക്കി പരിശ്രമിച്ചു. നാളിതുവരെ അത് വിജയം കണ്ടിട്ടില്ല. മുന്നെങ്ങുമില്ലാത്ത രീതിയിൽ ഭരണവിരുദ്ധ വികാരവും UDF-ന്റെ ഐക്യവും നിലനിൽക്കുന്ന ഒരു ദിവസങ്ങളിലൂടെ, സമയങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സന്ദർഭത്തിൽ മറ്റ് യാതൊരു വ്യാജ പ്രചരണങ്ങൾക്കും അടിസ്ഥാനമേ ഇല്ല. ഏകപക്ഷീയമായ വിജയമായിരിക്കും മലപ്പുറം ജില്ലയിൽ UDF-നുണ്ടാകും. ഏതായാലും കേരള കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, UDF-ന്റെ കെട്ടുറപ്പിന്, ഐക്യത്തോടെ മുന്നേറി ത്രിതല പഞ്ചായത്തിൽ വൻ നേട്ടമുണ്ടാക്കാൻ ഇപ്പോൾ ഈ സമീപനം, അതായത് മുസ്ലിം ലീഗ് എടുത്ത ഈ സമീപനം ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. എക്കാലത്തും ടീം UDF, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ടീം UDF ആയിട്ടാണ് പ്രവർത്തന രംഗത്തിറങ്ങുക, അല്ലാതെ പാർട്ടി അവിടെ ഉണ്ടാകില്ല എന്ന് പറയുന്നു. ഈ മലപ്പുറം ജില്ലയിലെ എല്ലാ ഇടങ്ങളിലും UDF-ന്റെ ഉറച്ച വിശ്വാസത്തോടു കൂടിയുള്ള വിജയത്തിന് ഏറെ ഗുണകരമാകുന്ന പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുക എന്നും അദ്ദേഹം അക്കമിട്ടി നിരത്തി ഓരോ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും അനിൽ പുലിപ്ര അങ്ങാടിപ്പുറം പരിയാപുരം ഡിവിഷനിൽ ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കാൻ എത്തുന്നതോടുകൂടി ഇപ്പോൾ ശരിക്കും UDF പ്രവർത്തകർ കുറച്ചുകൂടി ഊർജ്ജസ്വലരായിരിക്കുന്നു. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഇവിടെ അനിൽ പുലിപ്രയെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിനെല്ലാം മുസ്ലിം ലീഗ് നേതൃത്വം അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലും എല്ലാം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഉചിതമായൊരു തീരുമാനം ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. നിങ്ങളൊക്കെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനം ഞങ്ങളിൽ നിന്നുണ്ടാകുമെന്ന് പറഞ്ഞു. ആ ഞെട്ടിക്കുന്ന തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഏതായാലും നിങ്ങളുടെ കെട്ടുറപ്പ് നിങ്ങളുടെ വിജയത്തിന് ഗുണകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പരിയാപുരം ഡിവിഷനിലേക്ക് UDF ഒറ്റക്കെട്ടായി അനിൽ പുലിപ്രയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു. അനിൽ പുലിപ്ര CPM-ൽ നിന്നും രാജിവെച്ചിട്ട് ഇപ്പോൾ പെരുവഴിയായോ എന്ന് ആക്ഷേപിച്ച ആളുകൾ വരെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ UDF നേതൃത്വം നല്ലൊരു മറുപടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥിത്വം എങ്ങനെ കാണും? വളരെ സന്തോഷമുണ്ട്. UDF ഒറ്റക്കെട്ടായിട്ട് എടുത്തൊരു തീരുമാനം, അത് നമുക്ക് എപ്പോഴും ഒരു സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ പരിയാപുരം ബ്ലോക്ക് ഏകദേശം 8 വാർഡുകളോടുള്ള ബ്ലോക്കിന് എപ്പോഴും അതൊരു ഗുണകരമായി തന്നെ തീരും. നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാ വാർഡുകളിലും നമ്മൾ ഉണ്ടാവും. വളരെയേറെ സന്തോഷമുണ്ട്. ഈ UDF ഒരു വാർഡ് 17, അങ്ങാടിപ്പുറത്ത് ഒരു വാർഡ് 17-ാം വാർഡിൽ നിങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടി എടുത്ത എഫേർട്ട്, അത് ഈ ബ്ലോക്ക് ഡിവിഷനിലേക്ക് വരുമ്പോൾ എല്ലാവരും നോക്കിക്കാണുമെന്ന ഒരു പ്രതീക്ഷ കൂടിയില്ലേ? അത് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളെ ബഡ് സ്കൂൾ അടക്കവും, പിന്നെ നമ്മളെ ഇപ്പം ഈ പ്രാവശ്യം പഞ്ചായത്ത് UDF ഉറപ്പായും UDF ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ ഉടനെ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ പരിയാപുരം കിഴക്കേമുക്ക് റോഡ്, ബഡ് സ്കൂളിലോട്ടുള്ള റോഡ്, റബ്ബറൈസർ റോഡ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പഞ്ചായത്ത് ഏറ്റവും മുമ്പിൽ നിന്ന് ചെയ്യുന്നൊരു കാര്യമാണ് അത് 17-ാം വാർഡിനോട് അതേപോലെ ബഡ് സ്കൂളിനോട് അടുത്ത് തന്നെ ഒരു കളിക്കളം ഒക്കെ. അതൊക്കെ തീർച്ചയായിട്ടും നമ്മളെ ഈ പ്രാവശ്യം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് UDF ഭരിക്കും. ഭരണം കയറി കഴിഞ്ഞാൽ ഉടനെ അതേപോലെ ബ്ലോക്കിന്റെയും ഫണ്ട് ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ അവിടെ അത് ഉണ്ടാക്കുമെന്ന് യാതൊരു സംശയമുണ്ട്. അവസാനമായി ഒരു കാര്യം കൂടി പറയുകയാണ്. താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മുസ്ലിം ലീഗിൽ ഇപ്പോൾ പ്രാദേശിക നേതൃത്വങ്ങൾ പറയാമല്ലോ, ഇപ്പോൾ സുനിൽ ബാബു അല്ലെങ്കിൽ നേരെ ഷബീർ കർമുക്കിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മുസ്ലിം ലീഗിലെ തന്നെ പല ആളുകളും അനിൽ പുലിപ്ര പരിയാപുരം ഡിവിഷനിൽ മത്സരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് മുസ്ലിം ലീഗിലെ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ, സുനിൽ ബാബു തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷബീർ കർമുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം ആഗ്രഹിച്ചിരുന്നു അനിൽ പുലിപ്ര ഇവിടെ മത്സരിക്കണമെന്ന്. ജനങ്ങൾ അത് പൂർണ്ണമായിട്ടും സ്വീകരിക്കും. 100% വിജയപ്രതീക്ഷയും ഉണ്ട് എന്ന് ഒന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും നമ്മളെ സുനിൽ ബാബുവും അതേപോലെ ഷബീർ കർമ്മികളുള്ള ആളുകൾ എല്ലാവരും പഞ്ചായത്ത് അടക്കം പഞ്ചായത്തിലെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവരുടെയൊക്കെ ഒരു നിർബന്ധ പ്രകാരവും അവർ തന്നെയാണ് നമ്മളൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് തന്നെ എത്തിച്ചിട്ടുള്ളത്. അതിൽ യാതൊരു സംശയമില്ല.
അത് തീർച്ചയായിട്ടും അവരുടെ എല്ലാവരുടെയും പ്രയത്നങ്ങളും അവർക്ക് അതുകൊണ്ട് എല്ലാം അവർ തന്നെയാണ്. ഏതായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് അനിൽ പുലിപ്ര നമ്മോട് പ്രതികരിക്കുന്നത്. ഏതായാലും UDF ഒറ്റക്കെട്ടായി എടുത്ത ഒരു തീരുമാനം UDFന്റെ കെട്ടുറപ്പിന് ഏറ്റവും ഗുണം ചെയ്യുക മാത്രമല്ല UDFന്റെ എല്ലാ ഇടങ്ങളിലും അത് വളരെയേറെ ഗുണകരമാവുമെന്ന് കൂടിയാണ് നേതാക്കൾ നമ്മോട് പ്രതികരിക്കുന്നത്. അത് ജില്ലാ പ്രസിഡന്റ് തന്നെ നേരത്തെ പ്രതികരിച്ചു. ഇനി നമുക്ക് സുനിൽ ബാബുവിനോട് കൂടി നമുക്ക് ഈ കാര്യത്തിൽ ചെറിയൊരു അഭിപ്രായം ചോദിക്കാനുണ്ട്. സുനിൽ ബാബു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സുനിൽ ബാബു, അനിൽ പുലിപ്ര ഇവിടെ CPM-ൽ നിന്ന് രാജിവെച്ച് UDF-നൊപ്പം ചേരുമ്പോൾ, കേരള കോൺഗ്രസിന്റെ പാർട്ടിയായിട്ട് വരുമ്പോൾ, പെരിയാപുരം ഡിവിഷനിൽ, ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളിൽ ഒരാൾ സുനിൽ ബാബുവാണ്. പിന്നെ മറ്റുള്ള ലീഗിന്റെ നേതാക്കളായാലും UDF-ന്റെ നേതാക്കളായാലും അങ്ങനെ അനിൽ പുലിപ്ര പെരുവഴിയാവില്ല, ഞങ്ങൾ ഒപ്പം ചേർത്ത് നിർത്തുമെന്ന് നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അനിൽ പുലിപ്ര സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അതൊന്ന് അതിന്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കും. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൽ തന്നെയാണ്. ഞങ്ങളൊക്കെ എന്ന് പറയുന്നത്, ഞാനും അനിൽ പുലിപ്രയെ, ഞങ്ങളെ ഭരണസമിതി എന്ന് പറയുന്നത് നമ്മളെ ഈ പഞ്ചായത്തിലെ 23 അംഗ ഭരണസമിതിയിൽ 13 ഭരണപക്ഷവും ബാക്കി പ്രതിപക്ഷവുമായിട്ട് നല്ല രീതിയിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഒത്തൊരുമയിൽ എന്ന് തന്നെ പറയാം. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതിൽ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എടുത്തു പറയേണ്ടത്, പെരിയാപുരം മേഖലയിൽ ഈ 17-ാം വാർഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങൾ കൊണ്ടുവന്ന ഒരാളാണ് അനിൽ പുലിപ്ര എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ബ്ലോക്ക് സീറ്റിന് എന്നും അർഹതപ്പെട്ടതും അത് അനിൽ പുലിപ്ര തന്നെയാണ്. കാരണം ആ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മുടെ കേരള കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞ പോലെ അവർക്ക് അവകാശപ്പെട്ട സീറ്റാണ്. കാരണം അവർ തന്നെയാണ് അവിടെ മത്സരിക്കേണ്ടത്. തീർച്ചയായിട്ടും മത്സരിക്കുക മാത്രമല്ല, അനിൽ പുലിപ്രയെ സംബന്ധിച്ചിടത്തോളം ഈ ബ്ലോക്ക് സീറ്റ് അനിൽ പുലിപ്രയുടെ കയ്യിലെത്തുമ്പോൾ ആ ബ്ലോക്കിൽ 8 വാർഡുകളിലും നല്ല വികസന പ്രവർത്തനം നടത്തും എന്നതിൽ യാതൊരു സംശയവും നമുക്ക് ആർക്കുമില്ല. തീർച്ചയായിട്ടും ഞങ്ങളുടെ അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ആണെങ്കിലും UDF ആണെങ്കിലും ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെയാണ് ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്തിനെ ഞങ്ങൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതിൽ യാതൊരു വിഷവാദവും ഇല്ല. എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. കാരണം ഞങ്ങൾക്ക് പറയാൻ ഒരുപാടുണ്ട്. ഞങ്ങൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രം മുന്നിൽ നിർത്തിയാൽ മതി. ഈ പഞ്ചായത്ത് നടത്തിയ വികസനങ്ങൾ, അതുപോലെ തന്നെ ബ്ലോക്ക് വികസനങ്ങൾ നിങ്ങൾക്കറിയാം. എത്രയോ PMKSY പദ്ധതി പ്രകാരമൊക്കെ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ജനങ്ങളോട് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഏകദേശം 24 പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 24 വാർഡുകളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർണയിച്ചു, അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ബ്ലോക്കിലേക്കാണ്. ബ്ലോക്കിൽ ഇപ്പൊ ഞങ്ങൾ വലമ്പൂർ ഡിവിഷനും അതുപോലെ തന്നെ തിരൂർക്കാട് ഡിവിഷനും, ഇപ്പൊ ഇതാ ഞങ്ങൾ പെരിയാപുരം ഡിവിഷനും, ഇനി ഇതാ നാളെ അങ്ങാടിപ്പുറം ഡിവിഷനും പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ഞങ്ങളത് ഏകദേശം കളം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ഞങ്ങൾ അങ്കത്തട്ടിലേക്ക് ഇറങ്ങണം. തീർച്ചയായിട്ടും അത് പഞ്ചായത്ത് ഭരണമാണെങ്കിലും ബ്ലോക്ക് ഭരണമാണെങ്കിലും തീർച്ചയായും ഞങ്ങൾ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. കിട്ടും തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ല. എന്തായാലും വളരെ അതായത് സന്തോഷം എനിക്കല്ല, അവർക്കാണ്, UDF പ്രവർത്തകർക്കാണ്. ഒപ്പം അനിൽ പുലിപ്ര, അതായത് CPM-ൽ നിന്ന് രാജിവെച്ചിട്ട് പെരുവഴി ആയി എന്ന് പലരും ആക്ഷേപിച്ച അനിൽ പുലിപ്ര UDF കൈവിടാതെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. കേരള കോൺഗ്രസിന് അവകാശപ്പെട്ട ആ സീറ്റ് പെരിയാപുരം ഡിവിഷൻ അനിൽ പുലിപ്രയിലൂടെ തിരിച്ച് വീണ്ടും വിജയിച്ച് കയറാൻ അവർ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രഖ്യാപനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. UDF-ന്റെ കെട്ടുറപ്പിനും UDF-ൽ ഐക്യത്തോടെ മുന്നോട്ട് പോകാനും അനിൽ പുലിപ്രയുടെ പെരിയാപുരം ഡിവിഷനിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സഹായകരമാവുമെന്ന ഉറച്ച പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പോൾ അവസാനമായി ഒരു കാര്യം കൂടി, അനിൽ പുലിപ്ര പെരുവഴിയിലായിട്ടില്ല. അനിൽ പുലിപ്രയെ UDF ചേർത്ത് പിടിച്ചിരിക്കുന്നു. അനിൽ പുലിപ്രയ്ക്ക് അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ച്, അദ്ദേഹത്തെ ഒപ്പം ചേർത്ത് പിടിച്ച് സ്ഥാനാർത്ഥിത്വം ഒരു ഡിവിഷണൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതായാലും ഇനി അനിൽ പുലിപ്ര മാത്രമല്ല, UDF-ന്റെ മൊത്തം സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതനുസരിച്ച് അവരുടെ വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയ ജനങ്ങളുണ്ട് എന്ന് അവർ പറയുമ്പോൾ, ജനമാണെല്ലാം തീരുമാനിക്കേണ്ടത്. ജനമാണ് ആരെ വേണമെന്ന് തീരുമാനിക്കേണ്ടത്. വിവേചിച്ചറിയുന്ന ജനങ്ങൾ തന്നെ തീരുമാനിക്കും. എല്ലാം ജനങ്ങൾ തീരുമാനിക്കാൻ ജനങ്ങൾക്ക് വിടുന്നു. ക്യാമറാമാൻ ഉജൈർ സാദിഖിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ.
ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ്. ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുതും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഒക്ടോബർ 24 മുതൽ 27 വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം.